കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണത്. പക്ഷെ ആ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യമുണ്ട്. എന്താ ചോദ്യം? അത് ഐസയ 6 ആ ഐസയായോട് കർത്താവ് ചോദിക്കുന്നുണ്ട് അല്ലേ? ഒരു സ്വർഗീയമായ കാഴ്ച, കെറൂബുകൾ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ അവരുടെ ചിറകുകളിങ്ങനെ ഒലയുമ്പോൾ പെരുവെള്ളം ഇരയുന്ന പോലെ തോന്നുന്നു. ഭയങ്കര സുഗന്ധാഭിഷേകത്തിൻ്റെ ഒരു ധൂമ്ര പുക മേഘങ്ങൾ നിറയുന്നു. അതിൽ സ്വർണാങ്കിതനായി ആരൂഢനായി സിംഹാസനസ്ഥനായിരിക്കുന്ന ദേവപിതാവിൻ്റെ തിരുസന്നിധാനം ഇങ്ങനെ ഐസയ കണ്ട് പരിഭ്രമിച്ചു, പേടിച്ചു, സങ്കടപ്പെട്ടു വീണു. ഞാൻ പാപിയാണ്, പാപികളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ആളാണ്, എനിക്ക് കാഴ്ച പോലും താങ്ങാൻ പറ്റണില്ലെന്ന് പറഞ്ഞു. അവനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അൾത്താറെ എരിയുന്ന കുന്തിരിക്ക കലശത്തിൽ നിന്ന് കുടൽ കൊണ്ടൊരു മലാഖ വന്ന് കനലെടുത്ത് ഇവൻ്റെ നാവിൽ വെച്ചു. നാവിൽ വെച്ചിട്ട് പറഞ്ഞു, നീ ശുദ്ധിയുള്ളവനായിരിക്കുക എന്ന് പറയും. മലാഖ ഒന്നും പറഞ്ഞില്ല, അതാണ് എൻ്റെ അർത്ഥം, നീ ശുദ്ധിയുള്ളവനായിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ അവിശ്വസ്തത ഓർത്തുകൊണ്ട്, അശുദ്ധത ഓർത്തുകൊണ്ട് അമിതമായിട്ട് നിങ്ങൾ ആശങ്കപ്പെടരുത്. അപ്പോൾ കർത്താവ് പറഞ്ഞത് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ട്. ആശങ്കയല്ല വേണ്ടത്. ദൈവത്തിൻ്റെ ഒരു വാക്കുകൊണ്ട് നീ വിശുദ്ധനാകാൻ നിനക്ക് പറ്റും എന്നുള്ള ആത്മവിശ്വാസമാണ് വേണ്ടത്. ആശങ്കയല്ല വേണ്ടത്, ആത്മവിശ്വാസമാണ് വേണ്ടത്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. അപ്പോൾ മനസ്സിലായില്ലേ, കനൽ കൊണ്ടുവന്നിരിക്കേണ്ടത് കനലല്ല, വചനമാണെന്നല്ല എൻ്റെ അർത്ഥം. വചനത്തിൻ്റെ കനൽ രൂപമാണ് ഈശോ യെശയ്യായുടെ നാവിൽ തുറന്നത്. പക്ഷേ ഈശോൻ്റെ കാലം വന്നപ്പോൾ പറഞ്ഞത് അത് വചനമല്ല, കനലല്ല, വചനമാണ്. വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് പൊള്ളും, നാവിൽ മാത്രമല്ല. വചനം സത്യസന്ധമായിട്ട് വചനം സ്വീകരിച്ചാൽ നമുക്ക് പൊള്ളും. കാര്യം എന്താ? നമുക്ക് ഉടമ്പടി നമുക്ക് പൊള്ളും ശരിക്കും. എന്തുകൊണ്ടാണ്? അത് നമ്മൾ കർത്താവിൻ്റെ വചനം നടപ്പിൽ വരുത്തുക, അവൻ പറയണ പോലെ ചെയ്യാൻ.